ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ 7th ഗ്രേഡിലുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കുറേ പേര് കണ്ടിച്ചിട്ട് 10th പ്ലാനിങ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം, എനിക്ക് എൻ്റെ 7ാം ക്ലാസ്സിലേക്ക് പോവാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയണം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് പിന്നെ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എൻ്റെ കയ്യിലിപ്പോൾ മൈക്കില്ല. എൻ്റെ കയ്യിലൊരു വയറുള്ള മൈക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഈ വയറുള്ള മൈക്കിൽ കുത്താൻ പറ്റത്തില്ല, മറ്റേ ഹോളില്ല. വയർലെസ് ആണെങ്കിൽ കേടുമായിപ്പോയി. ഓക്കെ, നമുക്ക് നമ്മുടെ ശരിക്കുള്ള കണ്ണിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ 7th പ്ലാൻസിലേക്കാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. പിന്നെ കുറേ പേര് എഴുതുന്നുണ്ടാവും ഈ 7th വലിയ ഗ്രേഡൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എന്തിനാണ് ഇത്ര വീഡിയോ ഒക്കെ. ഞാൻ 10ലേക്ക്, അതായത് 10th ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. +1 +2 കാണിച്ചത് ചെറിയ ഗ്രേഡ്, അതായത് ഈ 7th കണ്ടിച്ചേ ഇല്ല. ഇന്നത്തെ വീഡിയോ അതാണ്. ഞാൻ ഇത്രയും കാര്യമൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7th നമുക്ക് USS ഉണ്ട്. ഇത്രയും കാലം നമുക്ക് LSS ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ LSS-ലില്ലായിരുന്നു. ഞാൻ വേറെ സിലബസാണ് ഞാൻ പഠിച്ചത്, ഡൽഹി സിലബസ് ആയിരുന്നു. പിന്നെയാണ് ഞാൻ ഈ പഠിക്കുന്നത് ഈ സിലബസ്. സ്റ്റേറ്റിലേക്ക് ഞാൻ വന്നത് 5ാം ക്ലാസ്സിൽ നിന്നാണ്. 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7 ഗൈസ്. അപ്പം 7 ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഞാൻ ക്രാക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട് എഴുതാൻ പോകുന്നത്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു സ്റ്റേറ്റ് സിലബസ് പഠിച്ചതിനെ കൊണ്ട് ഓൾറെഡി അവർക്കൊരു ഐഡിയ ഉണ്ട്. പക്ഷെ എനിക്കൊരു ഐഡിയ കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് ഒന്ന് കിടക്കാം. അപ്പോൾ ഗൈസിൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ നടക്കുന്ന പഠിക്കാമെന്നുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിൽ നിന്നും ഒക്കെ എൻ്റെ ഒരു പ്ലാനായിരുന്നു അന്നന്ന് പഠിക്കണമെന്ന്. പക്ഷേ ഞാൻ ഇതുവരെ അന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ സിലബസും ഞാൻ അന്നൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. 7 ഗൈസ്, ഒരുപാട് പഠിക്കാനുള്ളതാണ്. ഞാൻ 7 ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ വഴി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോൾ എൻ്റെ കിളി പാറിപ്പോയി ഗൈസ്. എങ്ങനെ ഈ 7th വരെയൊക്കെ പഠിച്ചെന്ന് ആലോചിച്ചപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും ഞാൻ ആലോചിച്ച്. അപ്പോൾ ഗൈസ് എന്തെങ്കിലുമൊക്കെ എനിക്ക് പഠിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വെക്കേഷനിൽ പഠിക്കത്തില്ല. പിന്നെ ഗൈസ്, ഞാൻ മെയിനായിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും ഞാൻ ട്യൂഷൻ ചേരുന്നുണ്ടോയെന്ന്. ഞാൻ ചേരണം എന്നൊക്കെ വിചാരിക്കണമെന്നുണ്ട്. ഞാൻ 5th മറന്നു, അതായത് 1, 2 ഒന്നും വേണ്ട, LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, 3rd 4th 5th 6th ഈ 7 വർഷമായിട്ട് ഞാൻ ഇതുവരെ ട്യൂഷൻ ചേർന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പഠിക്കാറുള്ളത്. ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്, അതായത് സൈലത്തിൻ്റെ ക്ലാസ്, അതായത് എക്സാമിൻ്റെ തലേന്നൊക്കെ മോർണിംഗ് ബൂസ്റ്ററൊക്കെ ഉണ്ടാവുമല്ലോ. ഈ തവണ ഞാൻ ട്യൂഷൻ ചേരുന്നൊന്നുമില്ല കേട്ടോ, ഈ തവണ ചേരുന്നില്ല. പിന്നെയാണ് എന്താ വെച്ചാൽ ഞാൻ 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരുന്നത് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് എനിക്കൊരു മറവിൻ്റെ സൂക്കേട് വരാറുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ഞാൻ ക്ലാസ് എടുക്കുന്ന ആ ടൈമിലായിരിക്കും ഞാൻ എഴുതുക. അങ്ങനെ കുറേ പ്രശ്നം. അതുകൊണ്ട് ഒരു ബുക്ക് അതിന് വേണ്ടി അയച്ചു, അതായത് ഒരു ബുക്ക് വെച്ചാൽ ഇങ്ങനെയല്ല, മിനി നോട്ട് ബുക്ക് ഉണ്ടല്ലോ, അതിൽ ഞാൻ ഇതൊക്കെയാണ് ഹോംവർക്ക്സ് കാര്യങ്ങൾ. അപ്പോൾ അത് ഞാൻ വീട്ടിൽ പോയിട്ട് തുറന്ന് നോക്കും, അപ്പോൾ എനിക്ക് മനസ്സിലാവും എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പം ആ ഒരു പ്ലാൻ എനിക്കുണ്ട്. പിന്നെ ഗൈസ്, എനിക്കൊരു ഇത് ഉണ്ട്, അതായത് 7th ഗ്രേഡ് മാത്രമല്ല, അതായത് അക്കാഡമിക് ഇയറുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ അപ്പം ഈ പറയാൻ പോകുന്നത്. അതായത് ഞാൻ സ്കൂൾ വിട്ട് വന്നതിന് ഞാൻ 4 മണിക്ക് എത്തും ഇവിടെ. 4 മണി 3:45 ഒരു 5 മിനിറ്റ് മതി ഗൈസ്. 1 കിലോമീറ്റർ പോലും ഇല്ല തികച്ചിൻ്റെ സ്കൂളിലേക്ക്. 1 കിലോമീറ്റർ ആട്ടേ ഉണ്ടാവുള്ളൂ, തികച്ചില്ല. നമ്മുടെ ഗ്യാങ്ങിൽ 4 പേരുണ്ട്. 2 പേരും ഏകദേശം ഒരേ സ്ഥലത്താണ്, ബാക്കി 2 പേര് വേറെ ഏകദേശം ഒരേ സ്ഥലത്താണ്. ഈ 2 പേരും 5 മണിയാകുമ്പോഴെത്തുക. നമ്മൾ 4 മണി, 1 മണിക്കൂറിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. വീഡിയോ കോൾ ചെയ്യുന്ന പറഞ്ഞ ഫ്രണ്ടില്ലേ, എന്നെ വിളിക്കൂ. അപ്പോഴേക്കും ഞാൻ മേലെ എടുക്കണമല്ലോ, എനിക്ക് കുളിക്കണമല്ലോ ഞാൻ കരുതുക. 1 മണിക്കൂർ ഞാൻ ഫോണും കണ്ട് ഫുഡും കഴിക്കുമ്പോൾ ഞാൻ മേലെ എടുക്കാൻ പോവാം കേട്ടോ എന്ന് പറയും. അപ്പോഴേക്കും ഞാനും മേലെ എടുക്കാൻ പോവാം. പക്ഷെ എനിക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 1 മണിക്കൂർ എക്സ്ട്രാ കിട്ടി. അപ്പോൾ എനിക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ 4 മണിക്ക് എത്തിയാൽ 4:30 എനിക്ക് എൻ്റെ ഹോംവർക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ. പക്ഷേ അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ നേരത്തെ വീട്ടിലെത്തുന്ന ആൾ ഹോംവർക്ക് എഴുതില്ല, വൈകി വരുന്ന ആൾ വേഗം എഴുതും. ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യിക്കും. ഇവിടെ ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യിക്കും, പക്ഷെ എൻ്റെ കംപ്ലീറ്റ് വയ്ക്കില്ല. അത് എനിക്ക് മാറ്റണം. അതായത് വേഗം തന്നെ പാർട്ട് ചെയ്തിട്ട് എല്ലാം വേഗം ചെയ്യാം, ആ ഒരു തീരുമാനിക്കുന്നുണ്ട്. പിന്നെ കേസ്, ഞാൻ ആദ്യം കരുതി സൈലം, എജുപോർട്ട്, എക്സാമിന് അങ്ങനെ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ചേരാമെന്ന് കരുതി. എനിക്ക് വേറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓൺലൈനേ പറ്റത്തുള്ളൂ. ഓൺലൈനിൽ
ടെസ്റ്റൊക്കെ ഉണ്ടാവും. ഓൺലൈനിലല്ല ഓഫ്ലൈനിലും ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് എന്താ വെച്ചാൽ ഇവിടെ ഓഫ്ലൈനിൽ പ്രത്യേകിച്ച് പ്ലേസൊന്നും ഇവിടെ കിട്ടാനില്ല. പിന്നെ എക്സാമിന് സൈലം, എജുപഡ് ഈ 3 പ്ലാറ്റ്ഫോംസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ മടിയായിരിക്കും. അപ്പം ഞാൻ ക്ലാസ്സിനെ പറ്റി ഒരു തെറ്റ് പറയില്ല. 3 അടിപൊളി ക്ലാസ്സുകളാണ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അത് ആ ഒരു അനുഭവത്തിൽ പറയുകയാണ് കേട്ടോ. ഓരോ സബ്ജക്റ്റിലും എനിക്ക് ഓരോ ആപ്പാണ് എനിക്കിഷ്ടം. ഓക്കെ, അപ്പം ഈ 3 ആപ്പിലും എക്സാം ഉണ്ടാവും. അതായത് ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാം. ഞാൻ ആ ചാപ്റ്ററിൻ്റെ ക്ലാസ് പോലും കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ സ്കൂളിൽ ആ ചാപ്റ്റർ എടുക്കാൻ ലേറ്റ് ആയിട്ടുണ്ടാവും, ബട്ട് ഞാൻ കണ്ടിട്ടുണ്ടാകത്തില്ല. എനിക്കിങ്ങനെ ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബിൽ തന്നെ പറയുന്നത് നമുക്ക് PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഈ എല്ലാ കാര്യവും ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്യാറില്ല. അതുകൊണ്ട് അതിനേക്കാളും നല്ലത് വാങ്ങിക്കാത്തതാണ്. അപ്പം അർഹതപ്പെട്ടൊരു വാങ്ങിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഓക്കെ, ഞാൻ വാങ്ങിക്കുന്നില്ല, കാരണം ഞാൻ വാങ്ങിച്ചാൽ അതങ്ങോട്ട് ഇതാവത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ട്യൂഷനുള്ളത് കട്ട് ചെയ്യാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വിത്ത് പഠനം കുറച്ച് ടഫായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വഴി ഇങ്ങനെ ആവുക, ഇങ്ങനെ തന്നെ ബാലൻസ് ചെയ്ത് നിർത്തിക്കോളാം. ഓക്കെ, ലാംഗ്വേജ് സബ്ജക്റ്റ് നന്നായി പഠിക്കണം എന്നുണ്ട്. ലാംഗ്വേജ് സബ്ജക്റ്റ് എനിക്ക് പഠിക്കാൻ മടിയാണ്, കാരണം ലാംഗ്വേജല്ലേ നമുക്ക് നമ്മുടെ ഭാഷയിലെ എഴുതി നമ്മൾ എഴുതും. ആ ഒരു കോൺഫിഡൻസ്, അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ നിൽക്കില്ല. ആ ഒരു ചിന്ത മാറ്റിയിട്ട് ഞാൻ പഠിക്കും എന്ന് തോന്നുന്നു. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയും പറഞ്ഞതാണ് എൻ്റെ 7th പ്ലാൻ. അല്ലാതെ വേറെ വലിയ പ്ലാനൊന്നുമില്ല. കുട്ടി പ്ലാൻസാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാൻസ് ഞാൻ പറയത്തുള്ളൂ. ചെയ്യാൻ പറ്റാത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഗൈസ്, എന്നെപ്പോലെ ആരെങ്കിലും 6th ഉം 7th ആയ ഒരു ഉണ്ടോ, അല്ലെങ്കിൽ 7th അടുത്ത ഗ്രേഡെങ്കിൽ നിങ്ങൾ കംബോക്സ് ഓണാണെങ്കിൽ, ഓഫാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓണാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ 7th ഓക്കെ. അപ്പം ബൈ ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.